നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. വനിതാ ഏകദിന ലോകകപ്പ് കിരീടം ചൂടി ഇന്ത്യ. ചരിത്ര വിജയം നേടി നീല പെൺപട ഇന്ത്യയുടെ അഭിമാനമായി. ബ്രിട്ടനെ ഞെട്ടിച്ച ഹൈസ്പീഡ് ട്രെയിനിൽ കത്തി ആക്രമണത്തിൽ 2 പേർ പിടിയിൽ. പ്രതികളുടെ വിവരങ്ങൾ പുറത്തുവിട്ട് പോലീസ്. അക്രമികളെ നേരിട്ട റെയിൽവേ ജീവനക്കാരൻ ജീവന് വേണ്ടി മല്ലടിക്കുന്നു. ഉപഭോക്താക്കൾക്കുള്ള വൈദ്യുതി ബില്ലുകളുടെ നികുതി കുറയ്ക്കുന്നതിനുള്ള റേച്ചൽ റീവ്സ് പരിഗണിക്കുന്ന നിർദ്ദേശങ്ങൾ തിരിച്ചടിയാകുമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിലെ ഷാവല്ലയ്ക്കടുത്തുള്ള മിർജഗുഡയിൽ സർക്കാർ ബസ്സിലേക്ക് ട്രക്ക് ഇടിച്ചുകയറി 20 മരണം. UK സർക്കാർ 2025 ഇമിഗ്രേഷൻ ധവളപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് നേരിട്ട് ബാധിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയും വിദ്യാർത്ഥികളെയും. മയക്കുമരുന്ന് കള്ളക്കടത്ത് ആരോപിച്ച് ജോർജിയൻ പോലീസ് അറസ്റ്റ് ചെയ്ത ഗർഭിണിയായ ബ്രിട്ടീഷ് കൗമാരക്കാരിയെ ജോർജിയയിലെ ഒരു ജയിലിലെ അമ്മ ശിശു യൂണിറ്റിലേക്ക് മാറ്റി. ഫ്രാൻസിലെ ലൂവ്ര മ്യൂസിയം പകൽക്കൊള്ള പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. അപൂർവ ആഭരണങ്ങൾ വീണ്ടെടുക്കാനാകാതെ ഫ്രഞ്ച് പോലീസ്. വിവിധ മേഖലകളിൽ ഇന്ത്യയുമായുള്ള സഹകരണ നീക്കങ്ങളിൽ മികച്ച പുരോഗതിയെന്ന് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി. ട്രംപിനെ ചൊടിപ്പിച്ചതോടെ വ്യാപാര ചർച്ച വഴിമുട്ടിയതിനിടെയാണ് മറ്റു രാജ്യങ്ങളുമായി കൈകോർക്കാൻ കാനഡയുടെ ഊർജിത ശ്രമം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം മൂർധന്യത്തിലായതോടെ റാലികളും പ്രസംഗങ്ങളുമായി സജീവമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ. വാർത്തകൾ വിശദമായി. വനിതാ ഏകദിന ലോകകപ്പ് കിരീടം ചൂടി ഇന്ത്യ. ചരിത്ര വിജയം നേടി നീലപ്പട ഇന്ത്യയുടെ അഭിമാനമായി. അതിശക്തരായ ദക്ഷിണാഫ്രിക്കയെ ഫൈനലിൽ 52 റൺസിന് കീഴടക്കിയാണ് ഇന്ത്യ കന്നി കിരീടം ചൂടിയത്. നവി മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാശപ്പോരിൽ 298 റൺസായിരുന്നു ഇന്ത്യ നേടിയത്. മറുപടി ലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 45.3 ഓവറിൽ 246 റൺസിന് ഓൾ ഔട്ടായി. 5 വിക്കറ്റ് നേടിയ ദീപ്തി ശർമ്മയാണ് ദക്ഷിണാഫ്രിക്കയെ തകർത്തത്. ക്യാപ്റ്റൻ ലോറ വോൾവാർഡിന്റെ പോരാട്ട മികവും ദക്ഷിണാഫ്രിക്കയെ തുണച്ചില്ല. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഇന്ത്യയെ ഷെഫാലി വർമ്മ, ദീപ്തി ശർമ്മ, സ്മൃതി മന്ദാന, റിച്ച ഘോഷ് എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് മികച്ച സ്കോറിലേക്ക് നയിച്ചത്. ടൂർണമെന്റിൽ തുടർച്ചയായി 3 മത്സരങ്ങൾ തോറ്റ ശേഷമായിരുന്നു ഇന്ത്യ കിരീടം നേടിയതെന്നത് അവിശ്വസനീയമായി. ഓസ്ട്രേലിയയെ കീഴടക്കിയായിരുന്നു ഇന്ത്യ ഫൈനലിലെത്തിയത്. ഇംഗ്ലണ്ടിൽ ഹൈസ്പീഡ് ട്രെയിനിൽ കത്തി ആക്രമണത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തതായി ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് പറഞ്ഞു. 32 വയസ്സുള്ള ഒരു ബ്ലാക്ക് ബ്രിട്ടീഷ് പൗരനും 35 വയസ്സുള്ള കരീബിയൻ വംശജനായ ഒരു ബ്രിട്ടീഷ് പൗരനും ആണ് പോലീസ് പിടിയിലായത്. ഗുരുതരമായി പരിക്കേറ്റ 9 പേരുൾപ്പെടെ 10 പേരെ ആശുപത്രിയിൽ എത്തിച്ചതായും അധികൃതർ അറിയിച്ചു. സായുധ പോലീസ്, പാരാമെഡിക്കലുകൾ, എയർ ആംബുലൻസ്, ട്രാൻസ്പോർട്ട് പോലീസ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങൾ സ്റ്റേഷനിലേക്ക് കുതിച്ചെത്തി. ഡോങ്കാസ്റ്ററിനും ലണ്ടൻ കിങ്സ് ക്രോസിനും ഇടയിൽ സഞ്ചരിക്കുകയായിരുന്നു ട്രെയിൻ. പീറ്റർബറോ സ്റ്റേഷൻ വിട്ട് 10 മിനിറ്റ് കടക്കുമ്പോഴായിരുന്നു ആക്രമണം ആരംഭിച്ചതെന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി. യാത്രക്കാർ എമർജൻസി അലാറം മുഴക്കി അപകട സൂചന കൈമാറി. രക്ഷപ്പെടാനായി ചിതറിയോടിയതോടെ ആളുകൾക്ക് മുകളിലേക്ക് വീണു. ചിലർക്ക് ടോയ്ലറ്റുകളിൽ അഭയം തേടേണ്ടിയും വന്നു. ഒരു പ്രതിയെ പോലീസ് ടേസർ ചെയ്ത് വീഴ്ത്തിയതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവം ഗുരുതര വിഷയമാണെന്ന് വ്യക്തമാക്കിയ പോലീസ് കേസ് അന്വേഷണത്തിൽ ഭീകരവിരുദ്ധ പോലീസും ചേർന്നതായി അറിയിച്ചു. ആക്രമണത്തെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഉൾപ്പെടെയുള്ള നേതാക്കൾ അപലപിച്ചു. കേംബ്രിഡ്ജ് ഷെയറിൽ ഒരു ട്രെയിനിൽ നടന്ന ആക്രമണത്തിൽ സോഷ്യൽ മീഡിയയിൽ തീവ്ര വലതുപക്ഷ ഊഹാപോഹങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സംശയിക്കപ്പെടുന്നവരുടെ വംശീയത വെളിപ്പെടുത്താൻ പോലീസിനെ നിർബന്ധിതരാക്കിയെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് സേനയിലെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. 32 വയസ്സുള്ള ഒരു ബ്ലാക്ക് ബ്രിട്ടീഷ് പൗരനും 35 വയസ്സുള്ള കരീബിയൻ വംശജനായ ഒരു ബ്രിട്ടീഷ് പൗരനുമാണ് പോലീസ് പിടിയിലായത്. സംഭവത്തിൽ തീവ്ര വലതുപക്ഷ പങ്കുണ്ടെന്ന അഭ്യൂഹങ്ങൾ തള്ളിക്കളയാൻ വെളിപ്പെടുത്തൽ സഹായിക്കുമെന്ന് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു. അതിവേഗ ട്രെയിൻ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ആക്രമണകാരിയെ തടയാൻ ശ്രമിക്കുന്ന LNER ജീവനക്കാരന്റെ CCTV ദൃശ്യങ്ങൾ UK-യിലുടനീളം വൈറലാവുകയാണ്. തടയാൻ ശ്രമിക്കുന്ന LNER ജീവനക്കാരന് ഗുരുതര പരിക്കുകളേറ്റതായി പോലീസ് ഉദ്യോഗസ്ഥർ ഞായറാഴ്ച പറഞ്ഞു. കേംബ്രിഡ്ജ് ഷെയറിലെ പീറ്റർബറോയ്ക്കും ഹണ്ടിംഗ്ടണിനുമിടയിൽ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ആക്രമണകാരിയെ തടയാൻ ശ്രമിക്കുന്ന LNER ജീവനക്കാരന്റെ CCTV-യിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് പറഞ്ഞു. ശനിയാഴ്ച രാത്രി നടന്ന സംഭവത്തെ തുടർന്ന് പരിക്കേറ്റ 11 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഉപഭോക്താക്കൾക്കുള്ള വൈദ്യുതി ബില്ലുകളുടെ നികുതി കുറയ്ക്കുന്നതിനുള്ള റേച്ചൽ റീവ്സ് പരിഗണിക്കുന്ന നിർദ്ദേശങ്ങൾ തിരിച്ചടിയാകുമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. സാധാരണക്കാരെ സഹായിക്കാനുള്ള റീവ്സിന്റെ നീക്കത്തിന്റെ ഗുണം കിട്ടുന്നത് പണക്കാർക്കാണ്. 5% നികുതി കുറയ്ക്കുമ്പോൾ അത് വലിയ വീടുകളുള്ള മെച്ചപ്പെട്ട ജീവിത നിലവാരം പുലർത്തുന്നവർക്ക് ഈ ഇളവ് കൂടുതലും ഗുണം ചെയ്യുമെന്നും വിമർശകർ പറയുന്നു. ഇതൊരു ഭയാനകരമായ ആശയമാണ്. ശരാശരിയേക്കാൾ ഉയർന്ന വൈദ്യുതി ബില്ലുകളുള്ള വലിയ വീടുകളിലെ ആളുകൾക്കാണ് ഇതിന്റെ പ്രയോജനം ഭൂരിഭാഗവും ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തിനെതിരെ വ്യാപകമായ വിമർശനമാണ് ലഭിക്കുന്നത്.
ഊർജ്ജ ബില്ലുകളുടെ നികുതി കുറയ്ക്കുന്നത് വീടുകൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സർക്കാരിന്റെ ഹരിത പ്രതിബദ്ധതകളെ ദുർബലപ്പെടുത്തുമെന്ന് ചിലർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. UK-യിലെ അനിയന്ത്രിതമായ ഗർഭകാല സ്കാൻ ക്ലിനിക്കുകൾ ജീവൻ അപകടത്തിലാക്കുന്നുവെന്ന് വിദഗ്ധർ. ശരിയായ പരിശീലനം ലഭിച്ച ജീവനക്കാരുടെ അഭാവം മൂലം ഗർഭകാല സ്കാനുകൾ വാഗ്ദാനം ചെയ്യുന്ന ഹൈസ്ട്രീറ്റ് ക്ലിനിക്കുകൾ ഗർഭസ്ഥ ശിശുവിനെയും അവരുടെ അമ്മമാരെയും അപകടത്തിലാക്കുമെന്ന് UK-യിലെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. സൊസൈറ്റി ഫോർ റേഡിയോഗ്രാഫേഴ്സ് പ്രകാരം ഹൈസ്ട്രീറ്റ് ക്ലിനിക്കുകളുടെ എണ്ണത്തിൽ വലിയ വളർച്ചയുണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ആരോഗ്യ പ്രശ്നങ്ങൾ, തെറ്റായ രോഗനിർണയം നടത്തിയ അവസ്ഥകൾ, സ്ത്രീകൾക്ക് അവരുടെ കുഞ്ഞുങ്ങൾ വികലരാണോ മരിച്ചുവെന്നോ തെറ്റായി പറഞ്ഞ സാഹചര്യങ്ങൾ എന്നിവ തങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ആശുപത്രി വിദഗ്ധർ പറയുന്നു. കെന്റിൽ താമസിക്കുന്ന മലയാളി നഴ്സ് ആൻസി മരണപ്പെട്ടു. ദീർഘകാലമായി ക്യാൻസർ ചികിത്സയിലായിരുന്നു. ഭർത്താവ് ഡോക്ടർ പത്മകുമാറും ഏകമകൻ നവീനും അടങ്ങുന്ന ആൻസിയുടെ കുടുംബം കെന്റിലെ ജില്ലിംഗ്ഹാമിലായിരുന്നു താമസം. മൂവാറ്റുപുഴ കല്ലൂർക്കാട് മണിയന്ത്രം മുണ്ടച്ചിറ ജോണിന്റെ മകളാണ് ആൻസി എന്ന് വിളിക്കുന്ന സോണിയ. ആൻസിയുടെ ഒരു സഹോദരനായ ജോണും കുടുംബവും ജില്ലിംഗ്ഹാമിലാണ് താമസം. ആൻസിയുടെ മാതാപിതാക്കളും ഇളയ സഹോദരനും നാട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം UK-യിൽ എത്തിയിട്ടുണ്ട്. ആൻസിയുടെ സംസ്കാരം പിന്നീട് അറിയിക്കും. 2005-ലാണ് ആൻസി UK-യിൽ എത്തുന്നത്. 6 വർഷം മുൻപാണ് ക്യാൻസർ രോഗം തുടങ്ങിയത്. ചികിത്സകൾക്ക് ശേഷം ഭേദമായി വരവെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് വീണ്ടും രോഗം മൂർച്ഛിക്കുകയായിരുന്നു. ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സയിലിരിക്കെയാണ് കഴിഞ്ഞ ദിവസം ആൻസി മരണപ്പെട്ടത്. തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിലെ ഷെവല്ലയ്ക്കടുത്തുള്ള മിർജഗുഡയിൽ സർക്കാർ ബസ്സിലേക്ക് ട്രക്ക് ഇടിച്ചു കയറി 20 മരണം. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. എതിർദിശയിൽ നിന്നും വരുന്ന ട്രക്കാണ് ബസ്സിലേക്ക് ഇടിച്ചു കയറിയത്. തണ്ടൂരിൽ നിന്ന് ഷെവല്ലയിലേക്ക് യാത്രക്കാരുമായി പുറപ്പെട്ട RTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ട്രക്ക് ഡ്രൈവർ വാഹനം തെറ്റായ ദിശയിലാണ് ഓടിച്ചതെന്ന് രാജേന്ദ്രനഗർ DCP യോഗേഷ് ഗൗതം പറഞ്ഞു. സംഭവ സമയത്ത് ബസ്സിൽ 40 യാത്രക്കാർ ഉണ്ടായിരുന്നു. ട്രക്കിലെ ചരൽ യാത്രക്കാരുടെ മേൽ പതിച്ചു. മൃതദേഹങ്ങളെയും പരിക്കേറ്റവരെയും ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഇരുവശത്തുമുള്ള ഗതാഗതം വഴിതിരിച്ചുവിട്ടു. അപകടത്തിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയും വിദ്യാർത്ഥികളെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നായാണ് UK സർക്കാർ 2025-ലെ ഇമിഗ്രേഷൻ ധവളപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. മികച്ച വിദ്യാഭ്യാസവും അതിനുശേഷമുള്ള തൊഴിലവസരവും ലക്ഷ്യമിട്ട് UK-യിലേക്ക് പോകുന്നവരുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചു വരികയാണ്. അതിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. വിദ്യാർത്ഥികൾക്കും തൊഴിലിനായി വരുന്ന കുടിയേറ്റക്കാർക്കും ബാധകമായ വിസ, സെറ്റിൽമെന്റ് നിയമങ്ങളിലാണ് പ്രധാന മാറ്റങ്ങൾ വരുന്നത്. പുതിയ ഇമിഗ്രേഷൻ നയങ്ങൾ 2025-ലെ ധവളപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള കൃത്യമായ സമയപരിധി സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. UK-യിലെ കുടിയേറ്റ നയങ്ങൾക്കുള്ള ഈ മാറ്റങ്ങൾ രാജ്യത്തെ തൊഴിൽ വിപണിയെയും വിദ്യാഭ്യാസ മേഖലയെയും നേരിട്ട് ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നാൽ പുതിയ വിസ അപേക്ഷകരും നിലവിലുള്ള കുടിയേറ്റക്കാരും കൂടുതൽ നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരും. മയക്കുമരുന്ന് കള്ളക്കടത്ത് ആരോപിച്ച് ജോർജിയൻ പോലീസ് അറസ്റ്റ് ചെയ്ത ഗർഭിണിയായ ബ്രിട്ടീഷ് കൗമാരക്കാരിയെ ജോർജിയയിലെ ഒരു ജയിലിലെ അമ്മ ശിശു യൂണിറ്റിലേക്ക് മാറ്റി. 8 മാസം ഗർഭിണിയായ വടക്കുകിഴക്കൻ ഇംഗ്ലണ്ടിലെ ടീസൈഡിൽ നിന്നുള്ള 19-കാരിയായ ബെല്ലാമെ കല്ലിയെയാണ് മെയ് മാസത്തിൽ ടിബിലിസിയിലെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. 12 കിലോഗ്രാം കഞ്ചാവും 2 കിലോഗ്രാം ഹാഷിഷും ജോർജിയയിലേക്ക് കടത്താൻ ശ്രമിച്ചതായി ആരോപിക്കപ്പെടുന്നു. മൈസൂർ ഭരണാധികാരി ടിപ്പു സുൽത്താന്റെ വെള്ളിയിൽ ഘടിപ്പിച്ച ഫ്ലിൻലോക്ക് പിസ്റ്റലുകൾ ലണ്ടനിലെ സോത്ബീസ് ലേലത്തിൽ റെക്കോർഡ് തുകയ്ക്ക് വിറ്റുപോയി. 1.1 ദശലക്ഷം പൗണ്ട് വിലയ്ക്ക് ബുധനാഴ്ച നടന്ന ആർട്സ് ഓഫ് ദി ഇസ്ലാമിക് വേൾഡ് ആൻഡ് ഇന്ത്യ ലേലത്തിൽ ഈ പിസ്റ്റളുകൾ സ്വന്തമാക്കപ്പെട്ടു. 1799-ൽ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ആക്രമണത്തിൽ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയതിന്റെ ഭാഗമായാണ് ഈ പിസ്റ്റളുകൾ ലഭിച്ചത്. പരസ്പരം പ്രതിഫലന രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പിസ്റ്റളുകൾ ടിപ്പുവിന്റെ ഇഷ്ടമായ സംയോജനമാണ്. ഒന്നിൽ ഇടതുവശത്തും മറ്റൊന്നിൽ വലതുവശത്തുമായി ലോക്ക് ഘടിപ്പിച്ചിരിക്കുന്നു. പൊതുസമ്മേളനങ്ങളിൽ ടിപ്പുവിന്റെ രാജചിഹ്നങ്ങളിലൊന്നായി ഇവ പ്രത്യക്ഷപ്പെട്ടിരുന്നുവെന്നും കാറ്റലോഗ് എൻട്രിയിൽ പറയുന്നു. ലാഹോറിലെ ഒരു ചന്തയിലൂടെ ആനപ്പുറത്ത് സഞ്ചരിക്കുന്ന രഞ്ജിത് സിംഗിന്റെ ചിത്രമാണ് ലേലത്തിന് പോയത്. 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ ലൈബ്രറിയിൽ നിന്നുള്ള അപൂർവ ഖുറാൻ കയ്യെഴുത്ത് പ്രതി 8,63,600 പൗണ്ടിന് ലേലത്തിൽ പോയി. ഇന്ത്യയിലെ ഒരു പർവ്വത തടാകത്തിൽ ആനകൾ ഉല്ലസിക്കുന്ന 17-ാം നൂറ്റാണ്ടിലെ ഒരു പെയിന്റിങ്ങിന് 1,39,700 പൗണ്ടിനും വിറ്റുപോയി. ആകെ 10 ദശലക്ഷം പൗണ്ടിലധികം തുകയ്ക്കാണ് ലേലം നടന്നത്. സോത്ബീസിന്റെ അഭിപ്രായത്തിൽ ഈ ആഴ്ചയിലെ ലേലത്തിൽ സാധനങ്ങൾ വാങ്ങിയവരിൽ 20% പേരും പുതുമുഖങ്ങളായിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ 25 രാജ്യങ്ങളിൽ നിന്നുള്ളവർ ലേലത്തിൽ പങ്കെടുത്തു. ലൂവറിലെ പകൽക്കൊള്ളയ്ക്ക് പിന്നിൽ സംഘടിത കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ പ്രൊഫഷണലുകളല്ല, മറിച്ച് ചെറിയ കുറ്റവാളികളാണ് അത് നടത്തിയതെന്ന് പാരീസ് പ്രോസിക്യൂട്ടർ പറഞ്ഞു. സംശയിക്കപ്പെടുന്നവരിൽ 2 പേർ ദമ്പതികളാണെന്ന് പ്രോസിക്യൂട്ടർ വെളിപ്പെടുത്തി.
ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന മ്യൂസിയത്തിന് പുറത്ത് മോഷ്ടിച്ച ഒരു ട്രക്ക് പാർക്ക് ചെയ്ത് ഫർണിച്ചർ ലിഫ്റ്റ് ഉപയോഗിച്ച് 1-ാം നിലയിലെത്തിയായിരുന്നു കൊള്ള. തുടർന്ന് മ്യൂസിയത്തിലെ ഏറ്റവും അലങ്കരിച്ച മുറികളിൽ ഒന്നിലേക്ക് കള്ളന്മാർ അതിക്രമിച്ചു കയറി 7 മിനിറ്റിനുള്ളിൽ ഏകദേശം 88 മില്യൺ വിലമതിക്കുന്ന ആഭരണങ്ങളുമായി അവർ സ്കൂട്ടറിൽ രക്ഷപ്പെട്ടു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഞായറാഴ്ച പകൽ വെളിച്ചത്തിൽ നടത്തിയ ഈ സാഹസിക കൊള്ളയിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചു. 4 പേർക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. എന്നാൽ നെപ്പോളിയൻ 1-ാമൻ തന്റെ രണ്ടാമത്തെ ഭാര്യ മേരി ലൂയിസിന് നൽകിയ മരതകവും വജ്രമാലയും 212 മുത്തുകളും ഏകദേശം 2000 വജ്രങ്ങളും അടങ്ങിയ ഡയഡം സെറ്റ് എന്നിവ ഇനിയും കണ്ടെത്താനുണ്ട്. വിവിധ മേഖലകളിൽ ഇന്ത്യയുമായുള്ള സഹകരണ നീക്കങ്ങളിൽ മികച്ച പുരോഗതിയെന്ന് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി. വിവാദ പരസ്യവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ചതോടെ വ്യാപാര ചർച്ച വഴിമുട്ടിയതിനിടെയാണ് മറ്റു രാജ്യങ്ങളുമായി കൈകോർക്കാൻ കാനഡയുടെ ഊർജിത ശ്രമം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ടു കണ്ടില്ല എങ്കിലും മന്ത്രിതല ചർച്ചകൾ നടന്നെന്നും പുരോഗതിയുണ്ടെന്നുമാണ് കാർണി അറിയിച്ചത്. ആഭ്യന്തരമായി കരുത്താർജിക്കാനും US-നെ മാത്രം ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കാനുമാണ് ശ്രമം. ഇതിനാണ് ലോകരാജ്യങ്ങളുമായി പങ്കാളിത്തം ഉറപ്പാക്കുന്നത്. ചൈന, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുമായും സഹകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വിവാദ പരസ്യത്തിൽ കാർണി ഖേദപ്രകടനം നടത്തിയെങ്കിലും ട്രംപ് ഇതുവരെ അയഞ്ഞിട്ടില്ല. ട്രംപ് തീരുവകളിലെ സുപ്രീം കോടതി വിധി കാത്തിരിക്കുകയാണ് ലോകം. ഇതിനായി ട്രംപ് ഭരണകൂടം ബുധനാഴ്ച US സുപ്രീം കോടതിയിൽ ഹാജരാകും. ചെറിയ ബിസിനസ്സുകളും ചില സംസ്ഥാനങ്ങളുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന കേസിൽ ട്രംപ് ചുമത്തിയ ഭൂരിഭാഗം തീരുവകളും നിയമവിരുദ്ധമാണെന്നും അവ റദ്ദാക്കണമെന്നും വാദിക്കുന്നു. കോടതി അവരുടെ വാദം അംഗീകരിച്ചാൽ ട്രംപിന്റെ വ്യാപാര നയം തകർന്നടിയാൻ സാധ്യതയുണ്ട്. ഏപ്രിലിൽ അദ്ദേഹം പ്രഖ്യാപിച്ച വ്യാപകമായ ആഗോള തീരുവകൾ ഉൾപ്പെടെ മുഴുവൻ സംവിധാനങ്ങളിലും ഈ വിധിയിലെ തീരുമാനങ്ങൾ സ്വാധീനം ചെലുത്തും. മാത്രമല്ല, ഈ തീരുവകളിലൂടെ സർക്കാർ സമാഹരിച്ച ബില്യൺ കണക്കിന് ഡോളറുകൾ തിരിച്ചു നൽകേണ്ടിയും വരും. അന്തിമ തീരുമാനമെടുക്കാൻ ന്യായാധിപന്മാർക്ക് മാസങ്ങളോളം വാദങ്ങളും രേഖകളും പരിശോധിക്കേണ്ടി വരുമെന്നാണ് സൂചന. ഒടുവിൽ വോട്ടെടുപ്പിലൂടെയായിരിക്കും വിധി പുറപ്പെടുവിക്കുക. ഷിക്കാഗോ സെന്റ് മേരീസ് സ്നാനായ കത്തോലിക്ക ഇടവകയിൽ വിശുദ്ധ യൂദാസ് തദ്ദേവൂസിന്റെ തിരുനാൾ ആഘോഷിച്ചു. ഒക്ടോബർ 22-ന് ആരംഭിച്ച 9 ദിവസം നീണ്ടുനിന്ന നൊവേനയ്ക്ക് ശേഷം ഒക്ടോബർ 30-നാണ് ആഘോഷപൂർവ്വം തിരുനാൾ ആചരിച്ചത്. 25ഓളം ഇടവകാംഗങ്ങൾ പ്രസുതേന്തിമായരായിരുന്ന തിരുനാളിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ഷിക്കാഗോ തിരുഹൃദയ കത്തോലിക്ക ഫൊറോന ഇടവക വികാരി ഫാദർ എബ്രഹാം കളരിക്കലാണ്. വികാരി ഫാദർ സിജു മുടക്കോടിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ അനീഷ് മാവേലി പുത്തൻപുര, ഇടവക സെക്രട്ടറി സിസ്റ്റർ ഷാലോം, കൈക്കാരന്മാരായ സാബു കട്ടപ്പുറം, വിനു പൂത്തുറയിൽ, ലൂക്കോസ് പൂഴിക്കുന്നേൽ, ജോർജ് മറ്റത്തിപ്പറമ്പിൽ, നിബിൻ വെട്ടിക്കാട്ടിൽ എന്നിവർ തിരുനാളിന്റെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. നിലവിൽ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ഫെഡറൽ ഷട്ട്ഡൌണിന് പൂർണ്ണ ഉത്തരവാദിത്തം ഡെമോക്രാറ്റുകൾക്കാണെന്ന ആരോപണവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രശ്നം പരിഹരിക്കാൻ വോട്ടിംഗ് നടത്തും. ഇതിന് പ്രതിപക്ഷം വഴങ്ങേണ്ടി വരുമെന്നും ട്രംപ് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും ഓഹരി വിപണിയെയും റെക്കോർഡ് ഉയരത്തിലെത്തിക്കാൻ താൻ ഏർപ്പെടുത്തിയ താരിഫുകൾക്ക് സാധിച്ചു. താരിഫുകൾ അസാധുവാക്കിയാൽ രാജ്യത്തിന്റെ സാമ്പത്തിക നില തകരുമെന്ന് സുപ്രീം കോടതിയുടെ ഇടപെടലിനെ കുറിച്ച് ട്രംപ് സൂചിപ്പിച്ചു. അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ ഇമിഗ്രേഷൻ റെയ്ഡുകൾ വേണ്ടത്ര മുന്നോട്ട് പോയില്ല. നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിപ്പിച്ചവർ പുറത്തു പോകണമെന്ന നിലപാട് വീണ്ടും ആവർത്തിച്ചു. തായ്ലൻഡ് വിഷയത്തിൽ ചൈന സൈനികമായി നീക്കിയാൽ അമേരിക്കൻ സൈന്യം ഇടപെടേണ്ടി വരുമോ എന്ന ചോദ്യത്തിന് ട്രംപ് കൃത്യമായ മറുപടി നൽകാൻ വിസമ്മതിച്ചു. രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല. ചൈനീസ് പ്രസിഡന്റിന്റെ ഭവിഷ്യത്തുകൾ അറിയാമെന്നായിരുന്നു ട്രംപ് വ്യക്തമാക്കിയത്. അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുകുഷ് മേഖലയിലുള്ള ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ മസാർ ഇ ഷെരീഫിന് സമീപം വൻ ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായതെന്ന് US ജിയോളജിക്കൽ സർവേ. നഗരത്തിന് സമീപം 28 കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവ കേന്ദ്രം. ഇന്ന് പുലർച്ചോടെയാണ് ഭൂചലനം ഉണ്ടായത്. കനത്ത നാശനഷ്ടങ്ങൾക്കും വ്യാപക ദുരന്തത്തിനും സാധ്യതയുള്ളതായി USGS മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏകദേശം 5 ലക്ഷത്തിലധികം ആളുകളാണ് മസാർ ഇ ഷെരീഫിൽ താമസിക്കുന്നത്. ഇതുവരെ 7 പേർ മരിക്കുകയും 150ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രവിശ്യയിലെ എല്ലാ ജില്ലകളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 116.67 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.14 യൂറോ. ഒരു US ഡോളർ 88.78 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 102.41 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.31 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 63.36 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey.
നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് പ്രചാരണം മൂർധന്യത്തിലായ ബീഹാറിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ റാലികളും പ്രസംഗങ്ങളുമായി സജീവമായി. പട്നയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ മെഗാ റാലിയിൽ വൻ ജനാവലി പങ്കുചേർന്നു. കോൺഗ്രസിന്റെ തലയ്ക്കു നേരെ RJD നാടൻ തോക്ക് ചൂണ്ടിയതോടെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ അവർ അംഗീകരിച്ചതെന്ന് മോദി വിമർശിച്ചു. തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസിന് താല്പര്യമില്ലായിരുന്നു. എന്നാൽ RJDയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് കോൺഗ്രസ് വഴങ്ങേണ്ടി വന്നു. ജംഗൽ രാജ് എന്താണെന്ന് കോൺഗ്രസ് ഇപ്പോൾ മനസ്സിലാക്കി കാണും. ഇത്തരം കാര്യങ്ങൾ ബീഹാറിന് ഗുണകരമാകില്ല. പാടം നശിപ്പിച്ചവർ തന്നെ വിത്ത് വിതയ്ക്കാൻ എത്തുന്ന കാഴ്ചയാണ് പഴയ ജംഗൽ രാജ് ആളുകളെ കാണുമ്പോൾ തോന്നുന്നത്. ഒരിക്കൽ ബീഹാറിൽ വൈദ്യുത ലൈനുകളിൽ വസ്ത്രങ്ങൾ ഉണക്കിയിരുന്നു. പക്ഷേ ഞങ്ങൾ അത് മാറ്റി. ബീഹാറിൽ പണ്ടുണ്ടായിരുന്ന വൈദ്യുത തടസ്സങ്ങളെ പരാമർശിച്ചുകൊണ്ട് മോദി ഇങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞു. രാജ്യ തലസ്ഥാനം വായു മലിനീകരണത്തിൽ പൊറുതിമുട്ടിയതോടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വേരിയർ മോംസ് കൂട്ടായ്മ രംഗത്ത്. ശുദ്ധവായുവിനുള്ള പോരാട്ടത്തിനായി രൂപം കൊണ്ട അമ്മമാരുടെ സംഘടനയാണ് വേരിയർ മോംസ്. 48 മണിക്കൂറിനുള്ളിൽ വായു മലിനീകരണം സംബന്ധിച്ച് പൊതുജനാരോഗ്യ മുന്നറിയിപ്പ് പുറപ്പെടുവിക്കണമെന്നും നഗരവാസികൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ട് സംഘടന ആരോഗ്യ മന്ത്രാലയത്തിന് കത്ത് നൽകി. വായു മലിനീകരണം രൂക്ഷമായത് കുട്ടികളെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണെന്ന് വേരിയർ മോംസ് പറഞ്ഞു. ഞങ്ങളുടെ കുട്ടികൾ ചുമച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ഉണരുന്നത്. ആസ്മ കാരണം അവർക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. കളിക്കളങ്ങളിൽ പോലും മാസ്ക് ധരിക്കേണ്ടി വരുന്നു. അവർ ശ്വസിക്കുന്ന വായുവിൽ വിഷമാണ്. ഓരോ ശൈത്യകാലത്തും ഞങ്ങളുടെ കുട്ടികളുടെ ശ്വാസകോശത്തിൽ PM 2.5 നിറയുകയാണ്. ഞങ്ങൾ ആക്ടിവിസം തിരഞ്ഞെടുത്തതല്ല, പക്ഷേ സാഹചര്യം ഞങ്ങളെ അതിന് നിർബന്ധിതരാക്കിയിരിക്കുന്നു. ആരോഗ്യ മന്ത്രാലയത്തിന് നൽകിയ കത്തിൽ വേരിയർ മോംസ് ഇങ്ങനെയാണ് കൂട്ടിച്ചേർത്തത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കുമെന്ന് മുതിർന്ന നേതാവ് K മുരളീധരൻ. മുൻ MLA KS ശബരിനാഥൻ അടക്കം 48 പേരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും കോൺഗ്രസ് പുറത്തിറക്കി. കവടിയാറിൽ നിന്നാണ് ശബരിനാഥൻ മത്സരിക്കുക. കോൺഗ്രസ് സീനിയർ അംഗം ജോൺസൺ ജോസഫ് ഉള്ളൂരിൽ മത്സരിക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയൻ വഴുതക്കാട് വാർഡിലും KSU ജില്ലാ പ്രസിഡന്റ് വൈഷ്ണ സുരേഷ് മുട്ടട വാർഡിലും മത്സരിക്കും. ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾക്ക് ശേഷം ബാക്കി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിടുമെന്ന് K മുരളീധരൻ അറിയിച്ചു. കഴിഞ്ഞ തവണ 10 സീറ്റുകളിൽ മാത്രമായിരുന്നു കോൺഗ്രസ് വിജയിച്ചത്. കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്താണ് കോൺഗ്രസ് ഫിനിഷ് ചെയ്തത്. കേരള എക്സ്പ്രസിൽ നിന്ന് പെൺകുട്ടിയെ ചവിട്ടി തള്ളിയിട്ട സംഭവത്തിൽ പ്രതിയായ തിരുവനന്തപുരം പനച്ചുമൂട് സ്വദേശി സുരേഷ് കുമാറിനെതിരെ വധശ്രമത്തിനുള്ള വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം റെയിൽവേ പോലീസാണ് സുരേഷ് കുമാറിനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തതെന്നും അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനു ശേഷം പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നും പോലീസ് അറിയിച്ചു. ആക്രമണത്തിനെതിരെയായ പേയാട് സ്വദേശിനി ശ്രീകുട്ടി ട്രെയിനിലെ വാതിലിന് സമീപത്ത് നിന്ന് മാറിക്കൊടുത്തില്ല എന്നതിന്റെ വിരോധത്തിലാണ് സുരേഷ് കുമാർ പെൺകുട്ടിയെ നടുവിന് ചവിട്ടി തള്ളിയിട്ടതെന്നാണ് FIR-ൽ പറയുന്നത്. ഞായറാഴ്ച രാത്രി 8 മണിയോടെ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കേരള എക്സ്പ്രസിന്റെ SLR കോച്ചിൽ വർക്കല സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴായിരുന്നു സംഭവം. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് സുരേഷ് കുമാർ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് FIR-ലുള്ളത്. ഇത് കണ്ട് നിലവിളിച്ച ശ്രീകുട്ടിയുടെ സുഹൃത്ത് അർച്ചനയെ കൈകൊണ്ടും കാലുകൊണ്ടും പിടിച്ച് തള്ളിയിട്ടെന്നും കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നും FIR-ൽ പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ N വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. SP ശശിധരനാണ് വാസുവിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. വാസുവിന്റെ PA സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തതിനു പിന്നാലെയാണ് നടപടി. ദ്വാരപാലക ശില്പങ്ങളുടെയും ശ്രീകോവിലിന്റെയും മുഖ്യ ജോലികൾ പൂർത്തിയാക്കിയ ശേഷം സ്വർണം ബാക്കിയുണ്ടെന്നും സഹായം ആവശ്യമുള്ള പെൺകുട്ടിയുടെ വിവാഹാവശ്യത്തിന് ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞ് കേസിലെ 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി വാസുവിന് ഇമെയിൽ അയച്ചിരുന്നു. 2019 ഡിസംബർ 9 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ തനിക്ക് വന്നിരുന്നു എന്ന് വാസുവും പിന്നീട് പറഞ്ഞു. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ തങ്ങളുടെ പക്കൽ നിന്ന് പണമെടുക്കുന്ന സർക്കാർ നടപടിക്കെതിരെ സഹകരണ സംഘങ്ങൾ 2 കോടി മുതൽ 5 കോടി രൂപ വരെയാണ് ഓരോ സഹകരണ സംഘത്തിൽ നിന്നും പെൻഷൻ കമ്പനിക്ക് വേണ്ടി സഹകരണ രജിസ്ട്രാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ തുക എത്രയും വേഗം സഹകരണ കൺസോർഷ്യത്തിന് കൈമാറണം. ഈ മാസം 20-ന് 3600 രൂപ വീതം 62 ലക്ഷം പേർക്ക് വിതരണം ചെയ്യാനാണ് സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത്. അതിനാൽ 15-ന് മുൻപ് ഫണ്ട് ലഭ്യമാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആകെ 2000 കോടി രൂപ സഹകരണ സംഘങ്ങളിൽ നിന്ന് സമാഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 9.1% പലിശ നൽകാമെന്നാണ് വാഗ്ദാനം. ജനങ്ങൾ സ്ഥിര നിക്ഷേപമായി നൽകിയിരിക്കുന്ന തുകയുടെ 20% കരുതൽ ധനമായി സഹകരണ സംഘങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. വേറെ പണമില്ലെങ്കിൽ ഈ ഫണ്ടിൽ നിന്ന് പണമെടുത്ത് നൽകാനാണ് ആവശ്യം. മിക്ക സഹകരണ സംഘങ്ങളും വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ കയ്യിലുള്ള പണം പെൻഷൻ കമ്പനിക്ക് നൽകുന്നതിനോട് വലിയ എതിർപ്പാണ്. ഇത്തരം കൈമാറ്റങ്ങൾക്ക് അംഗങ്ങളുടെ പൊതുയോഗം വിളിക്കേണ്ടതുണ്ട്. വിളിച്ചാൽ എതിർപ്പ് ഉയരുമെന്ന് ഉറപ്പാണ്. ചില സംഘടനകൾ കോടതിയെ സമീപിക്കാൻ ആലോചിക്കുന്നുമുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
വനിതാ ഏകദിന ലോകകപ്പ് കിരീടം ചൂടി ഇന്ത്യ. ചരിത്ര വിജയം നേടി നീലപ്പെൺപട ഇന്ത്യയുടെ അഭിമാനമായി. ബ്രിട്ടനെ ഞെട്ടിച്ച ഹൈസ്പീഡ് ട്രെയിനിൽ കത്തി ആക്രമണത്തിൽ 2 പേർ പിടിയിൽ. പ്രതികളുടെ വിവരങ്ങൾ പുറത്തുവിട്ട് പോലീസ്. അക്രമികളെ നേരിട്ട റെയിൽവേ ജീവനക്കാരൻ ജീവന് വേണ്ടി മല്ലടിക്കുന്നു. ഉപഭോക്താക്കൾക്കുള്ള വൈദ്യുതി ബില്ലുകളുടെ നികുതി കുറയ്ക്കുന്നതിനുള്ള റേച്ചൽ റീവ്സ് പരിഗണിക്കുന്ന നിർദ്ദേശങ്ങൾ തിരിച്ചടിയാകുമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിലെ ഷാവല്ലയ്ക്കടുത്തുള്ള മിർജഗുഡയിൽ സർക്കാർ ബസ്സിലേക്ക് ട്രക്ക് ഇടിച്ചുകയറി 20 മരണം. UK സർക്കാർ 2025 ഇമിഗ്രേഷൻ ധവളപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് നേരിട്ട് ബാധിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയും വിദ്യാർത്ഥികളെയും. മയക്കുമരുന്ന് കള്ളക്കടത്ത് ആരോപിച്ച് ജോർജിയൻ പോലീസ് അറസ്റ്റ് ചെയ്ത ഗർഭിണിയായ ബ്രിട്ടീഷ് കൗമാരക്കാരിയെ ജോർജിയയിലെ ഒരു ജയിലിലെ അമ്മ ശിശു യൂണിറ്റിലേക്ക് മാറ്റി. ഫ്രാൻസിലെ ലൂവ്ര മ്യൂസിയം പകൽക്കൊള്ള പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. അപൂർവ ആഭരണങ്ങൾ വീണ്ടെടുക്കാനാകാതെ ഫ്രഞ്ച് പോലീസ്. വിവിധ മേഖലകളിൽ ഇന്ത്യയുമായുള്ള സഹകരണ നീക്കങ്ങളിൽ മികച്ച പുരോഗതിയെന്ന് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി. ട്രംപിനെ ചൊടിപ്പിച്ചതോടെ വ്യാപാര ചർച്ച വഴിമുട്ടിയതിനിടെയാണ് മറ്റു രാജ്യങ്ങളുമായി കൈകോർക്കാൻ കാനഡയുടെ ഊർജിത ശ്രമം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം മൂർധന്യത്തിലായതോടെ റാലികളും പ്രസംഗങ്ങളുമായി സജീവമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.